നമ്മൾ ആദ്യം പോകുന്നത് യുദ്ധത്തിന്റെ വാർത്തകളിലേക്കാണ്. ഇറാനെതിരെ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം നടന്നിട്ട് 20ാമത് ദിവസമാണ് ഇന്ന്. അതായത് യുദ്ധം 20 ദിവസം എത്തിയിരിക്കുന്നു. 20 ദിവസം യുദ്ധം എത്തുമ്പോൾ കാണുന്ന കാഴ്ച യുദ്ധം വിവിധ തലങ്ങളിൽ ശക്തമാകുന്നതാണ്. എണ്ണപ്പാടങ്ങളും വാതകപ്പാടങ്ങളും ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ശക്തമായിരിക്കുകയാണ് ഇസ്രയേലും ഒപ്പം തന്നെ ഇറാനും. എണ്ണ ഗ്യാസ് പ്രതിസന്ധിയാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ലോകത്തെ പിടിച്ചു കുലുക്കുന്നത്. ഈ പ്രതിസന്ധിക്ക് ഏറ്റവും ആക്കം കൂട്ടുന്നതാണ് 20ാം ദിവസത്തെ ഈ യുദ്ധ സാഹചര്യം. ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ തിരിച്ചടി തുടരുമ്പോൾ ഇറാൻ അന്ത്യശാസനം നൽകുകയാണ് സൗദി. ഖത്തറിനെ ഇനി ആക്രമിച്ചാൽ തീക്കളിയാകുമെന്ന മുന്നറിയിപ്പ് ട്രംപും നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് 20ാം ദിവസത്തെ സാഹചര്യം എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇറാൻ സുരക്ഷാ മേധാവി അലി ലാറിജാനിയും ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിനെയും കൊലപ്പെടുത്തിയ ഇസ്രയേലിന് കലി അടങ്ങുന്നില്ല എന്ന് തന്നെയാണ് തുടരെയുള്ള ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഇറാന്റെ സൗത്ത് പാർസിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തി. ഇറാനെ പ്രകോപിപ്പിക്കുക തന്നെയായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം. എന്താണ് പാർസ്? എങ്ങനെയാണ് പാർസിനെതിരെ നടക്കുന്ന ആക്രമണം വലിയ പ്രകോപനമാകുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ശേഖരമാണ് സൗത്ത് പാർസ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക ശേഖരങ്ങളിൽ ഒന്ന്. ഇറാനും ഖത്തറും പങ്കിടുന്ന മേഖലയാണ് പാർസ്. അതിൽ സൗത്ത് ഇറാനിലും നോർത്ത് ഫീൽഡ് ഖത്തറിലുമായാണ് നിലനിൽക്കുന്നത്. ഏകദേശം 1800 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് വാതക ശേഖരമാണ് പാർസിലുള്ളത്. പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ആഗോള ഊർജ്ജ വിതരണത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്ന പ്രദേശമാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കുന്ന ഇറാന്റെ ജീവനാഡിയാണ് ഈ പ്രദേശം എന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഇറാന്റെ ആഭ്യന്തര ഊർജ്ജ ആവശ്യങ്ങളുടെ ഭൂരിഭാഗവും ഈ ഫീൽഡിൽ നിന്നാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്, അവർക്ക് ലഭ്യമാക്കുന്നത്. രാജ്യത്തിന്റെ ഗ്യാസ് ആവശ്യത്തിന്റെ ഏകദേശം 80% ഇവിടെ നിന്നാണ് വരുന്നത്. കൂടാതെ വൈദ്യുതി ഉൽപാദനം, വ്യവസായം, ഗൃഹോപയോഗം എന്നിവയ്ക്ക് ഇറാൻ ആശ്രയിക്കുന്നതും സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിനെ തന്നെയാണ്. ഈ കേന്ദ്രത്തിലുണ്ടായ ഇടപെടലുകൾ ഇറാന്റെ സാമ്പത്തിക സംവിധാനത്തെയും ഊർജ്ജ സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്നതാണ്. ഇതാണ് ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ എണ്ണ ഖനന കേന്ദ്രങ്ങളിലും റിഫൈനറികളിലും ഇറാൻ ആക്രമണം കടുപ്പിക്കാൻ കാരണം. അവരുടെ പരമോന്നത നേതാവായ ഖമനേയിയുടെ കൊലപാതകം പോലും അവർക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും. പക്ഷേ സൗത്ത് പാർസിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളും അതുണ്ടാക്കുന്ന നഷ്ടങ്ങളും ഇറാനെ പിടിച്ചു കുലുക്കും. അതായത് പരമോന്നത നേതാവിന്റെ മരണത്തെക്കാൾ വലിയ ആഘാതം സൃഷ്ടിക്കാൻ, സാമ്പത്തികമായ ആഘാതം സൃഷ്ടിക്കാൻ, അതിന്റെ ഭരണ തലത്തിലുള്ള എല്ലാ വിധത്തിലുമുള്ള ആഘാതം സൃഷ്ടിക്കാൻ കഴിയുന്നതായിരുന്നു ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം. ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം ഇത് സൂചിപ്പിച്ചിരുന്നതാണ്. വലിയ വലിയ ആക്രമണങ്ങൾ ഇറാന് പ്രതീക്ഷിക്കാമെന്ന ഭീഷണിക്ക് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ കടുത്ത ഭാഷയിൽ അതിനോട് പ്രതികരിക്കുന്നു, കടുത്ത രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ എണ്ണ വാതക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഖത്തറിലെ റാസ് ലാഫൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഇറാൻ മിസൈലുകൾ തൊടുത്തത് വൻ നാശനഷ്ടത്തിനിടയാക്കി. ലോകത്തെ ഏറ്റവും വലിയ LNG കയറ്റുമതി കേന്ദ്രമാണ് അവിടെ. ഖത്തറിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണത്തിൽ സുപ്രധാന ഊർജ്ജ ഉറവിടങ്ങളിൽ നാശനഷ്ടം സംഭവിച്ചതായി ദോഹയിലെ സ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി അറിയിക്കുകയും ചെയ്തു. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ലോക ഊർജ്ജ വിപണിയുടെ സുപ്രധാന സോഴ്സാണ് ഖത്തറിലെയും ഊർജ്ജ മേഖലകൾ. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഊർജ്ജ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ഇവിടെ നിർത്തിവെച്ചിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ആ മേഖലയിൽ നാശനഷ്ടങ്ങൾ തുടരുന്നത് പരിഹരിക്കാനാകാത്ത പ്രത്യാഘാതങ്ങളാകും മേഖലയിൽ സൃഷ്ടിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് ആ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമുക്കറിയാം, യുദ്ധം 20 ദിവസം എത്തുമ്പോൾ ലോകമാകെ LPG ക്ഷാമം അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഏഷ്യൻ രാഷ്ട്രങ്ങളിലാണ്. നമ്മുടെ രാജ്യത്തുൾപ്പെടെ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഊർജ്ജ ലഭ്യതയെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. ആ പ്രതിസന്ധി എന്നത് ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കും. അങ്ങനെ ആ മേഖലയെ മാത്രമല്ല, മൊത്തത്തിൽ ലോകത്തിനാകെ ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ആക്രമണത്തിലേക്കാണ് 20ാം ദിവസം ഈ യുദ്ധം എത്തി നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇറാന്റെ പ്രത്യാക്രമണം തുടരുമ്പോഴാണ് ട്രംപ് വലിയ ഭീഷണിയുമായി രംഗത്ത് വരുന്നത്. എന്താണ് ട്രംപിന്റെ ഭീഷണി എന്ന് നോക്കിയാൽ, ഇറാൻ ഇനിയും ഖത്തറിന് നേരെ ആക്രമണം നടത്തിയാൽ ഇസ്രയേലിന്റെ സമ്മതമോ സഹായമോ കൂടാതെ
സൗത്ത് പാർസ് പൂർണ്ണമായും തകർത്ത് കളയും എന്നതാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ പ്രഹരം ഇറാൻ ഇതുവരെ അനുഭവിക്കാത്തതോ കാണാത്തതോ ആയിരിക്കും എന്നതാണ് ട്രംപിന്റെ ഭീഷണി. അതായത് ഇനി ഊർജ കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യമിടരുത് എന്നതാണ് ട്രംപ് നൽകുന്ന ഭീഷണി. ഇറാൻ ഖത്തർ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിവാതക കേന്ദ്രമായ സൗത്ത് പാസിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണം തങ്ങളോട് ആലോചിക്കാതെയാണ് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. സൗത്ത് പാസ് ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നും ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. നിലവിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രകോപിതരായാണ് ഈ മേഖലയിലേക്ക് ഇസ്രയേൽ ക്രൂരമായ ആക്രമണം നടത്തിയതെന്നും ട്രംപ് ഇസ്രയേലിന്റെ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ട്രൂത്ത് സോഷ്യലിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഇറാനെതിരായ ശക്തമായ ഭീഷണി ഉയർത്തുന്നത്. ഇറാൻ ഇനി ഖത്തറിനെ ആക്രമിക്കും വരെ സൗത്ത് പാസിനെ ഉന്നമിടരുത് എന്നൊരു നിർദ്ദേശം ഇസ്രയേലിനും ട്രംപ് നൽകിയിട്ടുണ്ട്. അതായത് ഇനി ഇറാനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സൗത്ത് പാസിൽ ഒരാക്രമണം ഉണ്ടാകരുത് എന്നതാണ് ട്രംപ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് വലിയ രീതിയിൽ ആഘാതമായി ഈ ആക്രമണങ്ങൾ അത് ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തുന്നതായാലും ഇസ്രയേൽ ഇറാനിലേക്ക് നടത്തുന്നതായാലും ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്നതായാലും ഒക്കെ മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ട്രംപിന്റെ ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ്. ഒപ്പം ഇസ്രയേലിനോട് ഒന്നടങ്ങൂ, സൗത്ത് പാർസിനെ ലക്ഷ്യമിടരുത് എന്ന് കൂടി ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ ആക്രമണം ആരംഭിച്ച ശേഷം ആദ്യമായിട്ടായിരുന്നു ഇസ്രയേൽ സൗത്ത് പാർസിൽ ബോംബിട്ടത്. ഇറാന് വെല്ലുവിളിയുമായി ഏറ്റവും ഒടുവിൽ സൗദി രംഗത്ത് വരുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ കെടുതികൾ ഏറ്റുവാങ്ങുന്നത് ഗൾഫ് മേഖലയാണ്. അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് മറുപടിയായി എപ്പോഴൊരു ആക്രമണം ഇറാനിൽ ഉണ്ടാകുന്നു ആ സമയത്തെല്ലാം ഇറാൻ ഗൾഫ് മേഖല ലക്ഷ്യമിടുന്നത്. സൗത്ത് പാസിലുണ്ടായ ആക്രമണത്തിന് ശേഷവും ഗൾഫ് മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ശക്തമായ ആക്രമണം നടത്തി. അപ്പോൾ ഇറാന്റെ ഈ തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കെതിരെ സൗദി അറേബ്യ ശക്തമായ മുന്നറിയിപ്പാണ് ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്നത്. ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്നും ആക്രമണം തുടർന്നാൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമെന്നുമാണ് വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സൈനിക നടപടി ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ തങ്ങളുടെ മുന്നിലുണ്ട് എന്നതാണ് റിയാദിൽ നടന്ന അറബ് ഇസ്ലാമിക വിദേശകാര്യ മന്ത്രിമാരുടെ അടിയന്തര യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൗദി വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. 2023-ൽ പുനഃസ്ഥാപിച്ച നയതന്ത്ര ബന്ധത്തിലൂടെ ഉണ്ടായ ചെറിയ വിശ്വാസം പോലും ഇറാന്റെ നിലപാടുകളിലൂടെ പൂർണ്ണമായും തകർന്നു എന്നതാണ് സൗദി ചൂണ്ടിക്കാട്ടുന്നത്. ആക്രമണം തുടർന്നാൽ ബന്ധം വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം തകരും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി സൗദി നൽകുന്നുണ്ട്. തങ്ങൾ കാണിക്കുന്ന ഈ ക്ഷമ എന്ന് പറയുന്നത് പരിധികളില്ലാത്തതല്ല. അതൊരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ ആകാമെന്നും സൗദിയുടെ വിദേശകാര്യമന്ത്രി പറയുകയാണ്. അടിയന്തര സാഹചര്യത്തിൽ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി വന്നാൽ ആവശ്യമായ സൈനിക നടപടി സ്വീകരിക്കാൻ സൗദിക്ക് അവകാശമുണ്ട് എന്നത് കൂടിയാണ് ഫൈസൽ ബിൻ ഫർഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുവരെ ഇത്ര കടുത്ത ഭാഷയിലുള്ള ഒരു പ്രതികരണം സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നൊന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ ഞങ്ങൾ സൈനികമായി കൂടി ഈ സാഹചര്യത്തെ നേരിടും എന്ന ഒരു ഭീഷണിയാണ് ഇപ്പോൾ സൗദി ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. Any re-engagement with Iran, this conflict will end at some point. But I have to tell you, what little trust there was before has completely been shattered. Has been shattered on multiple levels. First, because Iran knows that most of the countries in the room today worked very hard to support diplomatic outcomes. Also, because we were quite clear with Iran that we would not be combatants in any confrontation that came. Not only that, that we would not allow our facilities to be used to target Iran. That would be restricted to self-defense. So what I care about now is that the attacks on my country and on my neighboring countries that are not involved in this conflict end. That's all I'm interested in. And we're going to use every lever we have, political, economic, diplomatic, and elsewise, to get these attacks to stop. ഫെബ്രുവരി 8-ന് തുടങ്ങിയതാണ് യുദ്ധം. അന്നു മുതൽ സൗദി, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്കെല്ലാം മേലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടർച്ചയായി തന്നെ ഇറാൻ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റിയാദിനെ ലക്ഷ്യമിട്ടെത്തിയ 4 ബാലിസ്റ്റിക് മിസൈലുകൾ സൗദി വ്യോമസേന തകർത്തിരുന്നു. ഇതിന്റെ അവശിഷ്ടങ്ങൾ നഗരത്തിന് തെക്കുള്ള റിഫൈനറിക്ക് സമീപത്തു നിന്നാണ് കണ്ടെടുത്തത്. ആക്രമണത്തെ തുടർന്ന് തലസ്ഥാന നഗരിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്.
സംഘർഷം തുടങ്ങിയത് മുതൽ ഇതുവരെ 457 ഡ്രോണുകളും 40 ബാലിസ്റ്റിക് മിസൈലുകളും 7 ക്രൂയിസ് മിസൈലുകളും സൗദി പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തകർത്തിട്ടുള്ള ഒരു സാഹചര്യവുമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് സൗദിക്ക് നൽകേണ്ടി വരുന്നത്. ഇത് സൗദിയുടെ മാത്രം സാഹചര്യമല്ല, ഗൾഫ് രാഷ്ട്രങ്ങളാകെ വലിയ കെടുതി ഈ യുദ്ധം മൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ഒക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. തുടരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ അത് എണ്ണപ്പാടങ്ങളെ, വാതകപ്പാടങ്ങളെ ലക്ഷ്യമിട്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതികരണമാണ് ഇപ്പോൾ സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സർവ്വ മേഖലയിലും ദുരന്തം വിതച്ചാണ് യുദ്ധം 20ാം ദിവസവും ശക്തമായി തുടരുന്നത്. എൻഡ് ഗെയിമിലേക്ക് എത്തിയോ, ഇറാനെ തീർക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം എത്തിയോ എന്ന സംശയമാണ് കഴിഞ്ഞ 2 ദിവസമായി തുടരുന്നത്. അതായത് ഏറ്റവും ഉന്നതസ്ഥാനീയരായിട്ടുള്ള വ്യക്തികളെ ഇറാനിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണം നടത്തുകയും അവരുടെ ഏറ്റവും വലിയ ജീവനാഡിയായ വാതക മേഖല ആക്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇറാനെ തീർക്കാനുള്ള തലത്തിലേക്ക് ഈ യുദ്ധം എത്തിയോ എന്ന വലിയ സംശയം നിലനിൽക്കുന്നു. ഇറാനിലെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഏതാണ്ട് 20,000 കോടിയിലധികം ഡോളറിന്റെ ഫണ്ട് അനുവദിക്കാനാണ് വൈറ്റ് ഹൌസിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പെന്റഗൺ. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തുകയാണ് ഈ ഇറാനിലെ യുദ്ധത്തിന് ഇപ്പോൾ പെന്റഗൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. US കോൺഗ്രസിൽ ഈ ഫണ്ട് പാസാക്കിയെടുക്കുക എന്നത് ട്രംപ് ഭരണകൂടത്തിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാകും. അവിടെ ട്രംപിനെതിരെ, ഈ യുദ്ധത്തിനെതിരെയൊക്കെ ഉയരുന്ന വികാരത്തിന്റെ ഒരു കണക്കെടുപ്പ് കൂടിയാകും അത് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അമേരിക്കൻ ജനതയ്ക്കിടയിൽ യുദ്ധത്തിന് കാര്യമായ പിന്തുണ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഡെമോക്രാറ്റുകൾ ഈ സൈനിക നീക്കത്തെ ശക്തമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ അനുകൂല നിലപാടാണെങ്കിലും സെനറ്റിൽ ബിൽ പാസാക്കാൻ ആവശ്യമായ 60 വോട്ടുകൾ എന്ന കടമ്പ എങ്ങനെ മറികടക്കും എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ട്രംപിനെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. ഇറങ്ങി പുറപ്പെട്ടു പോയി ഇനി ഇത് നിർത്താനാകുന്നില്ല എന്നൊരു ഘട്ടത്തിലാണ് ട്രംപ് നിൽക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നയാൾ എന്ന് വാഗ്ദാനം നൽകി അധികാരമേറ്റെടുത്ത വ്യക്തിയാണ് ട്രംപ്. സമാധാന പ്രിയനാണ്, യുദ്ധം അവസാനിപ്പിക്കുന്ന ആളാണ്. 7ഓളം യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു എന്ന അവകാശവാദമാണ് ട്രംപ് ഉയർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ബാധ്യത ഉണ്ടാക്കുന്ന ഒരു യുദ്ധം തുടങ്ങി വെച്ചിരിക്കുന്നു ട്രംപ്. അതിപ്പോൾ കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് അമേരിക്കയെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കും, എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന വലിയ ആശങ്ക ട്രംപിനെ സംബന്ധിച്ചുണ്ട്. എന്തായാലും 20ാം ദിവസവും ഒരു തരത്തിലുള്ള അയവുമില്ലാതെ ഈ യുദ്ധം തുടരുന്നതാണ് കാണുന്നത്. കൂടുതൽ കലുഷിതമാകുന്നതാണ് കാണുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടി ഭീഷണിയുമായി രംഗത്തിറങ്ങുന്നതാണ് കാണുന്നത്.